വെൽക്കം ടു സാറാസ് കുലിനറി എസ്കേപ്സ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് മുട്ട പറാട്ടയാണ്. അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. 3 കപ്പ് ആട്ട, 3 സബോള, 2 മുട്ട, 3 പച്ചമുളക്, ആട്ട കുഴയ്ക്കുന്നതിന് വേണ്ടി 1/4 ടീസ്പൂൺ ഉപ്പും ഫില്ലിങ്ങിന് വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പും, വെള്ളം ആവശ്യത്തിന്. ഇനി ആട്ട കുഴയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 3 കപ്പ് ആട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി അതിനാവശ്യമായ 1/4 ടീസ്പൂൺ ഉപ്പ് നമുക്കിവിടെ ചേർക്കാം. അത് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം നമ്മൾ 1 കപ്പ് വെള്ളം ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഓരോ ആട്ടയ്ക്കും വെള്ളം വ്യത്യസ്തമായിട്ടായിരിക്കും. ചില ആട്ട നന്നായി വെള്ളം എടുക്കും. മൈദകൾ ചേർന്ന ആട്ടയാണെങ്കിൽ അതിന് വെള്ളം കുറച്ച് മതിയാകും. ആയതിനാൽ വെള്ളത്തിൻ്റെ അളവ് ഞാനിവിടെ പിന്നീട് പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ ഉപ്പ് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോകും. നമുക്ക് പൊറോട്ടയ്ക്ക് കുറച്ച് ഹാർഡായിട്ട് വേണം. എന്നിട്ട് ഇങ്ങനെ ഇതായി കഴിയുമ്പോൾ കുറേശ്ശെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ അമക്കണം. ഈ പരുവാകുമ്പോൾ വെള്ളം ഒഴിക്കുന്നത് കുറയ്ക്കണം. ഇനിയും നമുക്കതിനെ എല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ഒന്നിച്ചാക്കുക. ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ചാക്കുക. ഇപ്പോൾ ഇത് വെള്ളം ഒരുവിധം പാകമാണ്. ഇനി നമ്മൾ മെല്ലെ എല്ലാം ഒന്നിച്ചിങ്ങനെ ആക്കി മെല്ലെ സ്മാഷ് ചെയ്താൽ മതി. ഇത് നമുക്ക് നന്നായി സ്മാഷ് ചെയ്യണം. അതിങ്ങനെ ആക്കി നന്നായിട്ട് സ്മാഷ് ചെയ്യുക. കുറേ നന്നായി സ്മാഷ് ചെയ്താൽ ഇതിനകത്ത് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വേണമെങ്കിൽ കൈ ഒന്ന് തൊട്ടിട്ട് ഒന്ന് ഇത് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ കുറച്ച് എണ്ണയോ നെയ്യോ എന്ത് തൊട്ടിട്ട് ഇങ്ങനെ സ്മാഷ് ചെയ്താൽ മതി. നല്ല സൂപ്പറായിട്ട് സ്മാഷാകും. ഇങ്ങനെ ഇതുപോലെ കുറച്ച് നേരം ഇങ്ങനെ സ്മാഷ് ചെയ്യുക. അതാണ് ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ആക്കി ഉണ്ടാവും. മൈദ ചേർന്ന ആട്ടകളിൽ വെള്ളം കുറച്ച് മതിയാവും. അത് ഒരു കപ്പ് വെള്ളം കൊണ്ടാവും. ഇതിപ്പോൾ നമുക്ക് 1 കപ്പ് വെള്ളവും 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആയിട്ടുണ്ടാവും. 1/4 കപ്പായിട്ടില്ല, 1/4 കപ്പായിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതിനി നന്നായി സ്മാഷ് ചെയ്തിട്ട് ഇങ്ങനെ അടച്ച്
ഇപ്പോൾ നമ്മുടെ ആട്ട കുഴച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിനി അടച്ചൊരു 2 മണിക്കൂറത്തേക്ക് വെക്കുക. തണുപ്പുള്ള സമയമല്ല, ചൂടുള്ള സമയമാണെങ്കിൽ 1 മണിക്കൂർ മതി. അടച്ചു വെക്കുക. ഇത് രാവിലെ സമയമില്ലെങ്കിൽ നമ്മൾ രാത്രിയിൽ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുഴച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കുക. രാവിലെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെച്ചാൽ മതിയായിരിക്കും. അപ്പോൾ നമ്മുടെ പൊറോട്ടയ്ക്ക് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും, നല്ല മയം ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി. നമ്മൾ ഇതിനകത്ത് മയത്തിന് വേണ്ടി സോഡയോ ഒന്നും ഇടുന്നില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ. സവോളയും പച്ചമുളകും ഫൈൻ ചോപ്പായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനിയും പൊറോട്ടയ്ക്ക് വേണ്ടിയുള്ള ഫില്ലിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഗ്യാസ് നമുക്ക് ഓൺ ചെയ്യാം. തവയൊന്ന് ചെറുതായിട്ട് ചൂടുമ്പോൾ എണ്ണ ഒഴിക്കാം. ഇതിൽ നമുക്ക് എണ്ണ അധികം വേണ്ട. നമുക്ക് നമ്മുടെ സവോളയൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് മുട്ടയൊന്നും ഇതാകേണ്ട വേണ്ടി, അതുകൊണ്ട് 3/4 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് സവോളയും പച്ചമുളകും കൂടി ഒന്നിച്ച് ചേർത്തിടാം. ഇതിൽ നമ്മൾ കരിയാപ്പിലയൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ പൊറോട്ടയ്ക്ക് കരിയാപ്പിലയുടെ ഒന്നും ടേസ്റ്റ് വേണ്ട. ഇഞ്ചി ഉപയോഗിക്കുന്നില്ല. ഇഞ്ചിക്കും മുട്ടയുടെ കൂടെ ഇഞ്ചി ചേർക്കാതിരിക്കുന്നത് നല്ലത്. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. നമ്മുടെ പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് ഒന്ന് അതിൻ്റെ കൂടെ ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സവോളകൾ ഇടാം. ഇനി എണ്ണയുടെ വെള്ളം ഒന്ന് വറ്റണം. അത് മാത്രമാണ്. അത് കഴിയുമ്പോഴാണ് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത്. സവോള നമുക്ക് ഒരുപാട് വേവണ്ട. ആ വെള്ളമയം ഒന്ന് മാറണമെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് വഴങ്ങും, നമുക്ക് പച്ച കടിക്കരുത്, അത്രയേ ഉള്ളൂ. കാര്യം നമ്മൾ ഇനി പൊറോട്ടയ്ക്കകത്ത് ഫില്ല് ചെയ്യുമ്പോൾ ഇനിയും ഈ സവോള വേകും. അതെല്ലാം ഒന്ന് ഇതോടൊപ്പം നമ്മൾ ഉപ്പിടണം. ഞാൻ 1/2 ടീസ്പൂൺ ഇച്ചിരി കുറവാണ്. മുട്ടയ്ക്ക് ഉപ്പ് കുറവാണ് വേണ്ടത്, കൊണ്ട് 1/2 ടീസ്പൂൺ ഇച്ചിരി കുറവാണ് ഇടുന്നത്. സവോളയിൽ ഒരുപാട് ഇതായി മിക്സായി കഴിയുമ്പോൾ നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി നന്നായി മിക്സ് ചെയ്യും. നന്നായി കട്ട കെട്ടാൻ പാടില്ല. വേഗം നമ്മുടെ കൈ വേഗം ഓടിച്ച് ചെയ്താൽ കട്ട കെട്ടാൻ പാടില്ല. മുട്ട ഇളക്കി കൊടുക്കണം. മുട്ട ഇങ്ങനെ വലുതായിട്ട് കിടക്കുന്നതൊക്കെ ഒന്ന് കുത്തി ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കണം. എന്താണ് നമ്മുടെ മുട്ടയുടെയും ആ ഉള്ളിയുടെയും ഒരു മണമുണ്ടല്ലോ, നല്ല മണമാണ്. അതേപോലെ ടേസ്റ്റുമാണ് നമ്മുടെ പൊറോട്ടയ്ക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന, ബ്രേക്ക്ഫാസ്റ്റിന് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഫുഡാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് കാര്യത്തിൻ്റെ കൂടെ കറി ഇല്ലെങ്കിലും കഴിക്കാവുന്ന ഒരു
ബ്രേക്ക്ഫാസ്റ്റാണ്. അതുകൊണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുക. മുട്ടയുടെ വെള്ളവും ഉള്ളിയുടെ വെള്ളവും എല്ലാം വറ്റിയിട്ടുണ്ട്. ഇത്രേൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി ഇത് ഓഫ് ചെയ്തിട്ടാണെങ്കിലും കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പൊട്ടിച്ച് കൊടുക്കാം, കുഴപ്പമില്ല. തീ നമുക്കിവിടെ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എടുത്ത ആട്ട നാല് പൊറാട്ടയ്ക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. അത് ഇനി എങ്ങനെയാണ് ഫില്ല് ചെയ്ത് പരത്തുന്നുള്ളത് കാണിച്ചു തരാം. ഇത് 4 പൊറോട്ടയ്ക്കുള്ള ഫില്ലിങ്ങും 4 പൊറോട്ടയ്ക്കുള്ള ആട്ടയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കറക്റ്റ് അളവാണ്. ഇനി ഒരു ഉരുള എടുത്തിട്ട് ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ നല്ല സ്പേസ് പോലെ ഉണ്ടാക്കുക. നമ്മൾ കൊഴുക്കട്ടയ്ക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ അമർത്തി കറക്കി ഇങ്ങനെ എടുക്കുക. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ കിട്ടുകയും ചെയ്യും. നല്ല അതിനകത്തൊരു സ്പേസ് വരും. ആ സ്പേസിലാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എടുക്കുക. കണ്ടോ? ഇനി അതിന് ശേഷം ഇതിന് വേണ്ടി കുറച്ച് എണ്ണ ഞാൻ ഒരു ടീസ്പൂണ് നെയ്യ് എടുത്തിട്ടുണ്ട്. ആ നെയ്ക്കകത്തോട്ട് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു ടേസ്റ്റിന് നല്ലതാട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ആ എണ്ണ അകത്തോട്ടെല്ലാം സ്പ്രെഡാക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫില്ലിങ് എടുത്ത് അതിനകത്ത് ഫില്ല് ചെയ്യുക. ഇനി അത് നല്ല അകത്തോട്ടൊന്ന് അമർത്തി കൊടുത്തിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ സാധനം തന്നെ ഇങ്ങനെ മുകളിലോട്ടിങ്ങനെ ഇത് ചെയ്യും. ഈ കൊഴുക്കട്ടയ്ക്ക് നമ്മളിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും എങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആക്കും. എന്നിട്ട് ഈ അറ്റം ഇങ്ങനെ രണ്ട് സൈഡ് അമർത്തുക. പൊട്ടിപ്പോകാതിരിക്കാനാണ്. ഇങ്ങനെ കണ്ടോ? നല്ല അമർത്തി ഇതിനെ പിന്നെ നല്ല വട്ടത്തിലുള്ള ഷേപ്പിലേക്ക് മാറ്റുക. വട്ടത്തിലിങ്ങനെ ആക്കിയെടുക്കുക. ഉണ്ടോ? അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആട്ടപ്പൊടി ഇവിടെ ഇരിപ്പുണ്ട്. ആട്ടപ്പൊടിയിലോട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്യണം. ഇങ്ങനെ പ്രസ് ചെയ്യുക 2 സൈഡും. ആട്ടപ്പൊടിയിലോട്ട് ഇങ്ങനെ 2 സൈഡും പ്രസ് ചെയ്തെടുക്കുക. ഒന്ന് അമർത്തി. കണ്ടോ? ഇങ്ങനെ പൊടി ഇങ്ങനെ 4 ചുറ്റുമൊക്കെ പിന്നെ നമ്മൾ മെല്ലെ ഒന്ന് അമർത്തിയിട്ട് മെല്ലെ ഇങ്ങനെ പരത്തുക. പൊട്ടാൻ പാടില്ല. പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മൾ മെല്ലെ ചെയ്യണം. നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ചെയ്യരുത്. മെല്ലെ 4 സൈഡും ഇങ്ങനെ തിരിച്ചിട്ട് 4 സൈഡും മെല്ലെ ചെയ്താൽ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ ആട്ട നല്ല വെള്ളത്തിൻ്റെയൊക്കെ പരുവാണ്. ആ വെള്ളത്തിലെടുത്താൽ ഒരു കുഴപ്പമില്ല, നല്ലതായിട്ട് കിട്ടും. വെള്ളം കൂടാൻ പാടില്ല. വെള്ളം കൂടിയാൽ നമ്മുടെ ഇങ്ങനെയുണ്ട് ഈ പരുവാക്കാം. നമ്മുടെ പൊറോട്ടയുടെ ഇത് നല്ല ഷേപ്പിലുമായി നല്ല പരുവായിട്ടുണ്ട്. ഇത് നമ്മൾ തവയിലെങ്ങനെയാണ് ചുടുന്നതും കാണിച്ചു തരാം. തവ നന്നായിട്ട് നമ്മുടെ ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പൊറോട്ടയുടെ ഇത് ഇടാം. അടിവശം ഒരുവിധം ആകുമ്പം നമ്മളത് മറിച്ചിടണം. ഒരുപാട് അടിവശം മൂക്കാൻ പാടില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് ശരിയായി വരുമ്പോൾ മറിച്ചിടണം. ഇതുണ്ട്. ഇത് നമുക്ക് മറിച്ചിടാം. ഉണ്ടോ? ഇത് നല്ല പരിവമാണ്. ഇനി നമ്മൾ ഇവിടെ എണ്ണ തേച്ച് കൊടുക്കണം. നമ്മൾ സൺഫ്ലവറും
നെയ്യും കൂടെ ചേർത്ത മിക്സുണ്ട്. അത് നമ്മൾ ഇവിടെ ചേർത്ത് ഇതാ ഇങ്ങനെ അരിവ് തോർത്ത് ആദ്യം നമ്മൾ അരിവ് തോറും അതിൻ്റെ എണ്ണ ഒഴിച്ച് കൊടുക്കണം. അരിവ് വേകാനാണ് പ്രയാസം വരുന്നത്. അതുകൊണ്ട് അരിവ് ചേർത്ത് എണ്ണ ഒഴിച്ച് നല്ലതായിട്ട് അധികം വേണ്ട, സൂക്ഷിച്ച് കഴിഞ്ഞാൽ കുറേശ്ശെ ഒഴിച്ചാൽ മതി, എണ്ണ തൂത്താൽ മതി. എന്നിട്ട് എണ്ണ തൂത്ത് കഴിഞ്ഞ് നമ്മളിത് മറിച്ചിടണം. ഇനിയും അതേപോലെ അരിവ് ചേർത്ത് എണ്ണ ഇനി അത് മെല്ലെ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കണം മുക്കാൻ വേണ്ടി. ഇനി അത് മറിച്ചിടുക. 2 സൈഡ് മറിച്ചുണ്ടാക്കണം. കാര്യം 2 സൈഡ് മൂക്കണം. ഇങ്ങനെ ആ പൊറോട്ടയുടെ എല്ലാ വശവും ഒന്ന് അമർത്തി കൊടുക്കുക. കണ്ട നല്ല പൊറോട്ട നമ്മുടെ നല്ല ചുമന്ന് നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. ഇച്ചിരി ഒന്ന് കുറച്ചിട്ട് ഇനി ഒന്ന് മെല്ലെ വേവട്ടെ. നല്ല അടിപൊളി പൊറോട്ട, നല്ല ടേസ്റ്റിയാണ്. ഈ സൈഡൊക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേകാനുണ്ടെങ്കിൽ വെന്തോളും. നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. ഇപ്പോൾ മുട്ട പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുകൊണ്ട് കറി ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റിയതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സഹായിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.